പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തന മാർഗങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഞാൻ എന്നോടെന്നൂടെ നിങ്ങൾ ഓരോരുത്തരോടും കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിന്തുടരുകയും ചെയ്യും. ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഇത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം. ഇതൊരു വെള്ളിയാഴ്ച. ഇന്ന് നമുക്ക് ഏറെ പേർക്ക് നോമ്പാണ്. നമ്മൾ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നതിന്റെ കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ നാളുകളിൽ അവിടെ കഴിയുമ്പോൾ ജൂത സഹോദരങ്ങൾ അവർ അവരുടേതായ മതാനുഷ്ഠാനങ്ങൾ പ്രകാരം അന്ന് ഒരു മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങളുടെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിനാണ് അല്ലാഹു ഫറോവയുടെ ഏകാധിപത്യത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ, ഫിറഔനെ ചെങ്കടലിൽ മുക്കി കൊലപ്പെടുത്തിയ ആ ഒരു മഹാ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നോക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനാ ഹഖ്ഖു മിൻകും ബി മൂസ, അങ്ങനെയെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ മൂസയോട് കടപ്പെട്ടവൻ ഞങ്ങളാണ്. അതുകൊണ്ട് വരും വർഷത്തിൽ ഞാൻ ജീവിച്ചിരുന്നാൽ 9ാമത്തെ നാളിൽ കൂടി നോമ്പ് നോൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജൂത നസാറാക്കളോട് എതിരാവുക എന്ന ഒരു നയം പരിശുദ്ധ ഇസ്ലാമിൽ. മറ്റൊന്നുകൊണ്ടല്ല, എല്ലാവരോടും സഹിഷ്ണുതയും സാഹോദര്യവും പുലർത്തുന്നതോടൊപ്പം തന്നെ അവരുടേതായ ആദർശത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കാതിരിക്കുക, ഇസ്ലാമിനെ വേറിട്ട് അടയാളപ്പെടുത്തി സത്യത്തിന്റെ നിത്യദർശനമായി നിലനിർത്തുക എന്നതിന്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാം എപ്പോഴും അത് വ്യതിരിക്തമായി വേറിട്ട് നിർത്തുക എന്നതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു സൂക്ഷിച്ച അവിടുത്തെ ചര്യയാണ്. അതുകൊണ്ടാണ് മുഹറം 9-ലെയും 10-ലെയും നോമ്പ് നമുക്ക് സുന്നത്തായിരുന്നു. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചില മഹാത്മാക്കളെ, ചില മഹാപ്രവാചകന്മാരെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധമായ ഹജ്ജ് മാസം, ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിർബന്ധമായി എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർത്തിരിക്കണം എന്ന്, ആ ഒരു വഴികാട്ടിയെ, ഒരു റോൾ മോഡലിനെ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും മറികടക്കാനുള്ള ഒരു ഇച്ഛാശക്തി, ഒരു ആത്മവീര്യം നിങ്ങൾക്കുണ്ടാകണം. ഇതാ കണ്ടുപഠിച്ചോളൂ, ഇബ്രാഹിം അലൈഹിസ്സലാം അത് സാധ്യമാക്കിയിട്ടുണ്ട്. എല്ലാവിധ പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് തന്റെ ജീവനെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകൻ നിങ്ങൾക്ക് മുമ്പിൽ മാതൃകയായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ സ്മരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്താണ്? അത് ഫിറഔനെതിരിൽ വിജയം വരിച്ചു, അതിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കണം, അതിനെ നമ്മൾ സ്മരിക്കണം എന്നതാണ്. നമ്മുടെ കാലഘട്ടത്തിലെയും ഫറോവമാർക്കെതിരെ വിജയിക്കാനുള്ള ഇച്ഛാശക്തി മൂസ അലൈഹിസ്സലാമിനെ പോലെ ഈമാനും കരുത്തും ശക്തിയും ആദർശനിഷ്ഠയും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇസ്രായേലി ജനവിഭാഗം അനുഭവിച്ചതുപോലുള്ള രാഷ്ട്രീയമായ അടിമത്തങ്ങളെയും അടിച്ചമർത്തലുകളെയും ഭീകരതകളെയും
ഇതെല്ലാം നേരിടാൻ നിങ്ങൾക്ക് ഇച്ഛാശക്തി കിട്ടും. മൂസ അലൈഹിസ്സലാമിനെ പോലെ നിങ്ങൾ ദൃഢനിശ്ചയമുള്ളവരായി മാറിയാൽ എന്ന പാഠമാണ് മൂസ അലൈഹിസ്സലാമിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ കേവലം ഒരു നോമ്പ് പിടിക്കുക, ഒരു ഹജ്ജനുഷ്ഠിക്കുക എന്നതിലപ്പുറം ഇതിനൊക്കെ തന്നെ അതിൻ്റെതായ ആദർശപരവും രാഷ്ട്രീയപരവുമായ മാനങ്ങളുണ്ട്, അത്തരത്തിലുള്ള പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. സഹോദരന്മാരെ, നമ്മളിവിടെ മറ്റൊരു സംഭവത്തെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ചരിത്ര സംഭവങ്ങളെ, വിജയത്തിന്റെ വർത്തമാനങ്ങളെ അനുസ്മരിക്കുമ്പോൾ അല്പം കൂടി ഒരു സൗണ്ട് കൂട്ടാൻ ഒച്ച പിടിക്കുന്നു, തൊണ്ട വരുന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ചരിത്രം അത് ഫിറഔനെതിരെയുള്ള ഒരു വിജയമായിരുന്നു. ഇതേ മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു തആല കർബലയിൽ ഷഹീദായ ഒരു ദിവസം കൂടിയാണ് മുഹറം 10 എന്നുള്ളത്. ആ സംഭവത്തിലേക്ക് തെളിച്ച ചരിത്രത്തിന്റെ ഒരു തുടർച്ചയുണ്ട്. അതിലൂടെ പോകുമ്പോൾ മാത്രമേ ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുകയാണ്. അന്നേരം സഹാബാക്കൾക്കിടയിൽ വലിയൊരു ചിന്തയുണ്ട്. ഒരു വിഭാഗം സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ സംസ്കരണം, ഖബറടക്കവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരക്കിലാണ്. വേറെ കുറെ സഹാബികൾ, അൻസാറുകളായ സഹാബികൾ, അവര് പുതിയൊരു നേതൃത്വം ഉണ്ടാകണമല്ലോ എന്ന ഗൗരവതരമായ ചിന്തയിൽ സഖീഫ ബനി സാഇദ എന്ന് പറയുന്ന ഒരു പന്തലിൽ അവർ യോഗം ചേർന്നു. അവരിങ്ങനെ ആലോചിക്കുന്നു, ആരെയാണ് അമീറാക്കേണ്ടത്. അങ്ങനെ ചിലരുടെ പേരുകളൊക്കെ വരുന്നു. ഈ വിവരമൊക്കെ അറിഞ്ഞുകൊണ്ട് ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഒത്തുതീർപ്പിലെത്തി. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട്? ഒരുപാട് കാരണങ്ങളാൽ. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരിൽപ്പെട്ടയാളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരക്കാരനായി ഇമാമത്ത് നിർത്തിയ 14 ദിവസത്തോളം നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിർത്തിയ മഹാനുഭാവനാണ് അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെ പല കാരണങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹു തആല ഖലീഫയായി തിരഞ്ഞെടുക്കുകയും അവിടെ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഉസ്മാൻ, അലി റളിയല്ലാഹു തആല, ഇവരൊക്കെ കൂടി ഒരു 30 വർഷം ഇസ്ലാമിക ഖിലാഫത്ത് കൊണ്ടു നടന്നു. വളരെ മാതൃകായോഗ്യമായ ഭരണമായി, വളരെ മാതൃകായോഗ്യമായ ഒരു ഭരണം. പക്ഷേ ഈ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിന്റെ ഇടയിൽ ഇസ്ലാമിക സാമ്രാജ്യം വിശാലമായി, ഇസ്ലാമിക ലോകം വിശാലമായി, ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. അങ്ങനെ പുരോഗതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ ഒരു സമയത്ത് നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ വളരെ ലളിതമായ ജീവിതം, വളരെ ത്യാഗം നിറഞ്ഞ ജീവിതം, അങ്ങേയറ്റം സമർപ്പിതമായ ജീവിതം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കണ്ടിട്ട് ഗാന്ധിജി പോലും പറഞ്ഞത്, ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഏതൊരു ചരിത്രകാരനെയും ചരിത്ര പുതുകിയെയും അമ്പരപ്പിക്കുന്ന ചരിത്രമാണ് മഹാന്മാരായ ഖലീഫമാരുടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിസമ്പന്നനായിരുന്നു, അങ്ങേയറ്റം ഭക്തനായിരുന്നു, തഖ്വയുള്ളയാളായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ റോമും പേർഷ്യയും എല്ലാം ജയിച്ചടക്കി
ഇസ്ലാമിക സാമ്രാജ്യമൊക്കെ വളരെയധികം വികസിച്ചു. ആ സമയത്ത് മുസ്ലിങ്ങൾ വലിയ അഭിവൃദ്ധിയിലായി. പഴയതുപോലുള്ള ദരിദ്രാവസ്ഥകൾ മാറി. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഉദാരമായ സമീപനങ്ങൾ വെച്ചുള്ള, ലിബറൽ ആയിട്ടുള്ള, നിയമാനുസൃതമായി ന്യായമായ നിലയിൽ ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള നിലയിൽ സ്വത്ത് സമ്പാദിക്കാം, ആവശ്യം പോലെ അവർക്ക് പുരോഗതി കൈവരിക്കാം, അതുപോലെ ജനങ്ങൾക്ക് ഖജനാവിൽ നിന്ന്, രാഷ്ട്രത്തിന്റെ സ്വത്തിൽ നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ആളുകൾ കൂടുതൽ സൗകര്യങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി. ഇത് ഇസ്ലാമിന്റെ ഒരു മറ്റൊരു മുഖമാണ്. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും കാലഘട്ടത്തിൽ ദാരിദ്ര്യം കനക്കുന്ന ഒരു സമൂഹ അന്തരീക്ഷത്തിൽ ജനങ്ങൾ ജീവിക്കേണ്ടത് ഉള്ളതിനനുസരിച്ച് അവരുടെ ജീവിതം മുറുക്കി കെട്ടിയുള്ള ഒരു ജീവിതമാണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടപ്പോൾ വ്യക്തി എന്ന നിലയിലും അതുപോലെ ഒരു രാഷ്ട്രം എന്ന നിലയിലും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യത്തോടു കൂടി, എന്നാൽ ആഡംബരമില്ലാതെ സൗകര്യത്തോടെ ജീവിക്കാനുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങൾ അവിടെ നിലവിൽ വന്നു. ഈ സമയത്ത് പേർഷ്യയും റോമും ഒക്കെ കീഴടങ്ങി ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് വലിയ ഖ്യാതി ഉണ്ടാകുന്നു. ഈ സമയത്ത് അവിടെ ഇസ്ലാമിലേക്ക് കടന്നു കയറിയ അബ്ദുല്ലാഹിബ്നു സബഇനെ പോലെയുള്ള ജൂതന്മാർ പണിയെടുത്തു. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിനെ പോലുള്ളവർ, ഷാസിബിന് ഖൈസിനെ പോലെയുള്ളവർ ഇസ്ലാമിലേക്ക്, ഇസ്ലാമൊക്കെ ഇങ്ങനെ വികസിച്ചു വന്നപ്പോ അതിനിടയിൽ പലരും ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നുകൂടി. അവരൊക്കെ പണിയെടുത്തു തുടങ്ങി. അവസാനം എന്തു പറ്റി? അബ്ദുല്ലാഹിബ്നു സബ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഉസ്മാൻ പഴയ ഭരണാധികാരികളെ പോലെയുള്ള സുഖലോലുപനായി മാറിയിരിക്കുന്നു. സമ്പത്ത്, പൊതുഖജനാവിലെ സമ്പത്ത് ദൂർത്തടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുപ്രചാരണങ്ങൾ നടത്തി. അതേപോലെ തന്നെ ബസറയിലെയും കൂഫയിലെയും ഒക്കെ ഗവർണർമാരുടെ പേര് അവർക്ക് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റേതായ കള്ളക്കത്തുകൾ അയച്ചു, വ്യാപിച്ചു സമൂഹത്തിൽ. എന്തിന്? ഇസ്ലാമിക ഖിലാഫത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി. ഉസ്മാൻ റളിയല്ലാഹു തആല നേരായ വഴിയിലല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി. അവസാനം ഈ ജൂതന്മാരുടെ ഗൂഢാലോചനകളുടെ വിജയം വരിച്ചതിന്റെ പേരിൽ മദീനയിൽ നമസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ അവിടെയുള്ള കപടന്മാരും ജൂതന്മാരും വളഞ്ഞു. തെറ്റിദ്ധരിച്ച മുസ്ലിങ്ങളും വളഞ്ഞു. അതിൽപ്പെട്ട ഒരാള് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊലപ്പെടുത്തുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അതിനുശേഷം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു. ആ സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയും അതേപോലെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവും സുബൈർ റളിയല്ലാഹു തആല അൻഹുവും ഒക്കെ പോയിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് ആദ്യമായി വേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വകവരുത്തിയ കൊലപാതകികളെ പിടികൂടി ശിക്ഷിക്കുക എന്നതാണ്. അലി റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചു. തീർച്ചയായും അത് അടിയന്തരമായ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അദ്ദേഹം അവരോട് ബസ്രയിൽ നിന്ന് നടത്തിയ ചർച്ചയിൽ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സംഘത്തോട് പറഞ്ഞു, നമുക്ക് അവരെ പിടികൂടാം. പക്ഷെ നിലവിൽ അരക്ഷിതാവസ്ഥയാണുള്ളത്. ഈ നിഗൂഢ സംഘങ്ങളെ കണ്ടെത്തി പിടികൂടുക എന്നത് ദുഷ്കരമാണ്. നമ്മൾ അജ്ഞാതമായതിൽ ആരെങ്കിലും പിടികൂടിയിട്ട് കാര്യമില്ല. ഇത് വളരെ നിഗൂഢമായ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശക്തികളാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനപൂർണമായ നിലയിൽ പ്രതികളെ കണ്ടെത്താൻ, പിടികൂടാം എന്ന് വാക്കു കൊടുത്തു. അങ്ങനെ ബസ്രയിൽ പിരിഞ്ഞ യോഗം പിരിഞ്ഞു കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടത്തിൽ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന കുറെ കപടന്മാർ, ജൂതന്മാർ, അവർ ഗൂഢാലോചന നടത്തി. ഈ അവസ്ഥയിൽ അവർ തമ്മിൽ സന്ധിയിലായി മുമ്പോട്ട് പോകാൻ പാടില്ല. അങ്ങനെ അവർ തീരുമാനിച്ചു, അന്ന് രാത്രി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ക്യാമ്പിലേക്കും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പിലേക്കും ആക്രമണങ്ങൾ നടത്തി, കല്ലേറ് നടത്തി. അങ്ങനെ ഇരുകൂട്ടരും തെറ്റിദ്ധരിച്ചു, സന്ധിയിൽ പിരിഞ്ഞ നമ്മൾ ആ സന്ധിയുടെ കരാറിന് വിരുദ്ധമായ നിലയിൽ ഇത് ആക്രമണം നടത്തി
പുറപ്പെട്ടു രാത്രിയിൽ. ഇതാണ് ചരിത്രത്തിൽ ജമൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്തിരുന്ന് അലി റളിയല്ലാഹു തആലയെതിരെ യുദ്ധം നയിച്ച സംഭവം, ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ സഹാബാക്കൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ട ദാരുണമായ സംഭവം. സഹോദരന്മാരെ, അത് കഴിഞ്ഞ് പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം സിറിയയിലെ ഗവർണറായിരിക്കുകയാണ്. അലി റളിയല്ലാഹു തആല ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് അമീറുൽ മുഅ്മിനീനായി ഖലീഫയായി അംഗീകരിക്കാൻ മുആവിയ റളിയല്ലാഹു തആല തയ്യാറാകുന്നില്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തൊരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും? അങ്ങനെ അവസാനം അദ്ദേഹവുമായി സന്ധി സംഭാഷണത്തിന് വേണ്ടി, സൗഹൃദപരമായ ചർച്ചയ്ക്ക് വേണ്ടി അലി റളിയല്ലാഹു തആല തന്റെ സൈനിക സമേതം അങ്ങോട്ട് തിരിച്ചു. അവിടെ ഇരുന്ന് ചർച്ചകൾ നടത്തി. അതിന്റെ ഇടയിൽ അവിടെയും കലാപമുണ്ടാക്കാൻ ഇതേപോലെ ജൂതശക്തികൾ രംഗത്ത് വന്നു. അവസാനം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അവിടെയാണ് സിഫീൻ യുദ്ധം നടക്കുന്നത്. സിഫീനിൽ വെച്ച് നടന്ന ആ യുദ്ധത്തിൽ 10,000-കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. സഹോദരന്മാരെ, ഇതും നടന്ന സംഭവങ്ങളാണ്. അതിനുശേഷം അക്കൂട്ടത്തിൽ മുആവിയ പക്ഷം പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ അവരുടെ സൈന്യങ്ങൾ കുന്തത്തിൽ പരിശുദ്ധ ഖുർആനിനെ കെട്ടിവെച്ചുകൊണ്ട് ഉയർത്തി കാണിച്ചു, സഹോദരന്മാരെ, നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം അനുസരിച്ച്. അങ്ങനെ അവർ എന്ത് ചെയ്തു? എല്ലാവരും യുദ്ധം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആലയുടെ പക്ഷത്തുണ്ടായിരുന്ന കുറേയേറെ കപടന്മാർ അവരെല്ലാം കൂടി അതിനെതിരെ രംഗത്ത് വന്നു. ലാ ഹുക്മ ഇല്ലാ ഇൽ ഹുക്മു ഇല്ലാ ലില്ലാ. മധ്യസ്ഥത, അതുപോലെ നിയമാധികാരം, ഇതൊക്കെ പടച്ചവന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെ അതിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളാണ് ഖവാരിജികൾ എന്നറിയപ്പെടുന്നത്. വളരെ ഉപരിപ്ലവവും നിരുത്തരവാദപരവും ജൂത ബുദ്ധി കേന്ദ്രങ്ങൾക്ക് വശംവദരായി അവിടെ നിന്ന് പിരിഞ്ഞു പോയി അവർ. ഒടുവിൽ അവരാണ്, ആ ഖവാരിജികളിൽപ്പെട്ട ഒരുത്തനാണ് മഹാനായ അലി റളിയല്ലാഹു തആലയെ പിന്നീട് വധിക്കുന്നത്. ആ സംഭവം കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല രക്തസാക്ഷിയായി കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആലയുടെ മകൻ ഹസൻ റളിയല്ലാഹു തആലയാണ് അക്കൂട്ടത്തിൽ യോഗ്യനായി സഹാബാക്കൾ കണ്ടത് ഖലീഫയായി തിരഞ്ഞെടുക്കാൻ. അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തപ്പോ അദ്ദേഹം 6 മാസം മുമ്പോട്ട് പോയി. അവസാനം മുആവിയ പക്ഷത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുന്നു എന്ന് കണ്ടപ്പോ അവിടെ സൗഹൃദം ആഗ്രഹിച്ചുകൊണ്ടും രക്തം ചിന്തൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഹസൻ റളിയല്ലാഹു തആല മുആവിയ റളിയല്ലാഹു അൻഹുമായി ചർച്ചയ്ക്കിരുന്നു. അങ്ങനെ ചർച്ചയിൽ അവർ തീരുമാനിച്ചു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയിലായിരുന്നു ഹസൻ റളിയല്ലാഹു തആല വെച്ചത്, നമുക്കിടയിൽ യാതൊരു പ്രതികാര നടപടികളും പാടില്ല. പക്ഷേ മുആവിയ ഭരണമൊഴിയുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകനെ അധികാരത്തിൽ കയറ്റരുത്, പകരം മുസ്ലിങ്ങളുടെ കൂടിയാലോചന ഷൂറ സമ്പ്രദായം അനുസരിച്ച് യോഗ്യനായ ആളിനെയാണ് എടുക്കേണ്ടത്. മുലൂക്കിയത്തിലേക്ക് പോകരുത്, രാജവാഴ്ചയിലേക്ക് പോകരുത്, ഖിലാഫത്ത് തുടർന്നു പോകണം. സഹോദരന്മാരെ, അങ്ങനെ അതിനെ ആമുൽ ജമാഅ എന്നാണ് അറിയപ്പെടുന്നത്, സൗഹൃദത്തിന്റെ വർഷം. അങ്ങനെ ആ വ്യവസ്ഥകൾ അംഗീകരിച്ച് മുമ്പോട്ട് പോയി. മുആവിയ റളിയല്ലാഹു തആല മാതൃകായോഗ്യമായ വമ്പിച്ച ഭരണപരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ വികസനവും എല്ലാം വമ്പിച്ചതോതിൽ നടത്തി. ദൗർഭാഗ്യകരമെന്ന് പറയാൻ അവസാനം യസീദിനെ, അദ്ദേഹത്തിന്റെ മകൻ യസീദിനെ ഭരണം ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണം വിടുന്നത്. യസീദ് അധികാരത്തിൽ വരുന്നുണ്ട്. യസീദ് അധികാരത്തിൽ വന്നപ്പോൾ പ്രമുഖരായ സഹാബ യസീദ് പഴയതുപോലെയല്ല, പിതാവ് മുആവിയ റളിയല്ലാഹു തആലയെ പോലെയും മറ്റുമല്ല. ഇബാദത്തുകളിലോ ഈമാനികമായ കാര്യങ്ങളിലോ യാതൊരു കൃത്യനിഷ്ഠയുമില്ലാത്ത യസീദ്, കേവലം രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന യസീദ്, അദ്ദേഹം ആ ഭരണം ദുർവിനിയോഗം ചെയ്തു. പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള
ആഭ്യന്തര ഭദ്രത തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ യസീദിനെ കണ്ടിട്ട് പ്രമുഖരായ സഹാബികൾ ആരും ബൈഅത്ത് ചെയ്തില്ല, അവർ വോട്ട് ചെയ്തില്ല. അക്കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ വിമർശിച്ചു. അവസാനം കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് കത്തെഴുതി. 100 കണക്കിന് കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങ് ഭരണം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കണം, അങ്ങയെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇത് സത്യമാണോ എന്നറിയാൻ ഇസ്ലാമിക ഖിലാഫത്തിലേക്ക്, ഇസ്ലാമിക ഭരണക്രമത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അബൂബക്കർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും കാഴ്ചവെച്ച മഹത്തായ ഖിലാഫത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ പിന്തുണയുടെ വസ്തുത ആരായാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ ബന്ധുവായ മുസ്ലിം ഇബ്നു അഖീലിനെ പറഞ്ഞയച്ചു കൂഫയിലേക്ക്. അദ്ദേഹം വസ്തുതാപരമായി കാര്യങ്ങളൊക്കെ വിവേചിച്ച് മനസ്സിലാക്കി. അവസാനം ആ സമയത്ത് ഇബ്നു സിയാദ്, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന മുആവിയയുടെ പ്രത്യേക ഭരണാധിപൻ, സൈന്യാധിപൻ അവിടെ അധികാരമേൽക്കുകയും ചെയ്തു. അദ്ദേഹം ഇദ്ദേഹത്തെ പിടികൂടുകയും അവസാനം അവിടുത്തെ ഇദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പിന്തുണ കൊടുത്ത 10,000 വരുന്ന കൂഫക്കാരെ മുഴുവനും ഘട്ടം ഘട്ടമായി കണ്ട് പാരിതോഷികങ്ങളും സൗജന്യങ്ങളും പ്രഖ്യാപിച്ച് അവരെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി പിന്തിരിപ്പിച്ച് അവസാനം മുസ്ലിം ഇബ്നു ഉഖൈലിനെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തിനെ വകവരുത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിത്തീരുന്നത്. അവസാനം മുസ്ലിം ഇബ്നു ഉഖൈൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കത്തെഴുതി, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കത്തയച്ചു. ആദ്യം അദ്ദേഹം അവിടെ ചെന്ന സമയത്തുണ്ടായ ജനപിന്തുണയുടെ ആധിക്യം കണ്ടിട്ട് ധൈര്യമായിട്ട് പോന്നോളൂ, ഇവിടെയെല്ലാം ഭദ്രമാണ് എന്ന അർത്ഥത്തിൽ കത്തയച്ചു. പിന്നീടാണ് സാഹചര്യങ്ങൾ ഇബ്നു സിയാദിന്റെ പട്ടാളം എല്ലാം തകിടം മറിച്ചത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവും 72 അംഗ കുടുംബവും അവിടെ നിന്നും യാത്ര തിരിച്ചു. ഈ വിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഇബ്നു സിയാദിന്റെ പട്ടാളം കർബലയിൽ ഉപരോധിച്ചു. ദിവസങ്ങളോളം പച്ചവെള്ളം കൊടുക്കാതെ, ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ദാഹാർത്തനായി പിടഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരുടെ പട്ടാളവുമായി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നു. അവസാനം ആ കർബലയിൽ ആ കുടുംബം രക്തസാക്ഷികളായി ഷഹീദായി മാറിയ സംഭവമാണ് കർബല സംഭവം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഇതേ ഹിജ്റ 61 നടന്ന സംഭവമാണ്. ഇതുപോലെ ഒരുപാട് ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയാണ് ഖിലാഫത്തുർ റാഷിദയ്ക്ക് ശേഷം ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഗതിമാറിപ്പോയത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഭാവി സമൂഹത്തിന്റെ സുരക്ഷിതത്വം, ആദർശപരവും രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദീർഘദർശനം ചെയ്തുകൊണ്ട് ചില വസീയത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ, എന്റെ കൂട്ടുകാരെ, ഞാനെങ്ങാനും വഫാത്തായാൽ എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പടച്ചവനെ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ പ്രവാചകത്വത്തോടുള്ള, പ്രവാചകനോടുള്ള നിങ്ങളുടെ സ്നേഹം അതങ്ങേയറ്റം മൂർധന്യത പ്രാപിച്ച് അവസാനം എന്നെ തന്നെ പടച്ചവനാക്കി എന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ ചിലരെ പോലെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശന അവസ്ഥകൾ കണ്ടിട്ട് പറയുകയുണ്ടായി, ലാ തതറുനി കമാ തഅറത്തിൻ നസാറ ഈസ ബിൻ മറിയം. നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ വാനോളം ഉയർത്തി ദിവ്യത്വം കൽപ്പിച്ചതുപോലെ എന്നെ നിങ്ങൾ ആക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഒരുപാട് കൽപ്പനകൾ. അല്ലാഹുവിന്റെ പാശത്തെ പരിശുദ്ധ ഖുർആനിനെയും എന്റെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി. അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വ്യതിചലിച്ചു പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ തദ്രിബൂ റിഖാബ ബഅദികും റിഖാബ ബഅദ്, നിങ്ങൾ ചിലരുടെ പിരടികൾ വെട്ടുന്ന അവസ്ഥയുണ്ടാകരുത്. നിങ്ങൾ കുഫാറുകളായി മാറരുത്. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായ സഹോദരന്മാരായി മാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടരുത്. നിങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ പൂർണ്ണമായി വകവെച്ചു കൊടുക്കണം തുടങ്ങിയിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നമസ്കാരം നിങ്ങൾ മുറപ്രകാരം അനുഷ്ഠിക്കണേ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. പിൽക്കാലത്ത് തർക്കങ്ങൾ ഉണ്ടാകുമെന്നും കടിപിടികൾ ഉണ്ടാകുമെന്നും അതുപോലെ തർക്കങ്ങൾ ശത്രുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നും അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സഹോദരന്മാരെ, ആദ്യകാലക്കാരായ മഹാന്മാരായ ഖലീഫമാർ അതെല്ലാം ശ്രദ്ധിച്ചു വന്നു. എങ്കിലും പലപ്പോഴും ജൂത ഗൂഢാലോചനകൾ അവർക്കിടയിൽ പത്തിവിടർത്തി ആടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വരുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ജൂതൻ, അദ്ദേഹം അവിടെ അധികാരിയാവാൻ കാത്തിരിക്കുന്ന സമയം, അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലെ പിറ്റേ വർഷം വിജയിക്കുമ്പോൾ ആ വിജയം കണ്ടിട്ട് അദ്ദേഹം കപടനായി കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. കൂടെ നിൽക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ആന്തരികമായ സൗഹൃദം തകർക്കുന്നതിന് ഫലമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യമൊക്കെ വിശാലമായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതൻ മുസ്ലിമാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അകത്ത് കടന്നുകൂടി. ഇതേപോലെ ഒരുപാട് ആളുകൾ ഷാസിബിൻ ഖൈസിനെ പോലെ പല ജൂതന്മാരും ഈ ജൂതന്റെ ജനിതക സ്വഭാവമാണ് ഗൂഢമായി തകർക്കുക എന്നത്, അകത്ത് നിന്ന് തകർക്കുക എന്നത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരത്തിൽ പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതിന് വരെ കാരണമായി. മഹാന്മാരായ സഹാബാക്കൾ അവരൊക്കെ തന്നെ പരസ്പരം ചേരിമാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായിത്തീർന്നത് ഇതൊക്കെ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് അതേസമയം റോമാൻ ചക്രവർത്തി അദ്ദേഹം ഒരു കത്തെഴുതി ഈ സമയത്ത് ജമൽ സിഫീൻ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതി. എന്താണ് കത്തിന്റെ ഉള്ളടക്കം? അലി നിനക്കെതിരെ താങ്കൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്നവരെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുആവിയയ്ക്ക് എല്ലാവിധ സൈനിക പിന്തുണയും തരാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് അലിയുടെ പക്ഷത്തെ നിലംപരിശാക്കാമെന്ന് അദ്ദേഹം മഹാനായ മുആവിയ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് അന്നേരം ഇസ്ലാമിക സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, റോമയുടെ ചെന്നായക്ക് മുആവിയയുടെ കത്ത്, നിന്റെ പൂതി ഉള്ളിലിരിക്കട്ടെ, നിന്റെ ഈ സാമ്രാജ്യത്വ വികസന മോഹങ്ങൾ ഉള്ളിലൊതുക്കി ഒതുങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ അലിയുടെ പട്ടാളത്തിൽ ചേർന്ന് അലിയുടെ ഒരു സാധാരണ സൈന്യമായിക്കൊണ്ട്, സാധാരണ ഒരു പട്ടാളക്കാരനായിക്കൊണ്ട് നിനക്കെതിരെ യുദ്ധത്തിൽ വരുന്ന നാളുകൾ വിദൂരമല്ല എന്ന് പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ, ഇവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഈ ജൂത ഗൂഢാലോചന ആധുനിക ലോകത്ത് ഓറിയന്റലിസത്തിലേക്കും സയനിസത്തിലേക്കും വഴിമാറിയിട്ടുണ്ട്. ഇന്നും ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. കോടാനുകോടി മുസ്ലിങ്ങൾ ലോക രാഷ്ട്രങ്ങളിലുണ്ട്. മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, ഭരണാധിപന്മാരുണ്ട്. മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരുപാട് മണി പവറും മാൻ പവറും ഉണ്ട്. ഭൂമിയുടെ അടിയിലെ ഖനിജങ്ങൾ അവരുടെ കൈവശങ്ങളിലാണ്. പെട്രോളും ഡീസലും അതുപോലെ അസംസ്കൃത പദാർത്ഥങ്ങളും അതേപോലെ സ്വർണവും എല്ലാം പടച്ചതമ്പുരാൻ ഇഷ്ടം പോലെ നൽകിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ബുദ്ധി നൽകിയിട്ടുണ്ട്. പക്ഷേ സുഖലോലുപത മനുഷ്യരെ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സുഖലോലുപത ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആദർശപരമായ ഒരു ഉറച്ചു നിൽപ്പിൽ നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പൊതുസാമാന്യം തയ്യാറാവാൻ വന്നപ്പോൾ ക്രമേണ അവരുടെ ഗൂഢാലോചനകൾ മുസ്ലിം സമൂഹ ഗാത്രത്തിൽ ശക്തിപ്പെട്ടു വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴും ഇതേപോലുള്ള അവസ്ഥകളിലാണ് നമ്മളും നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല യസീദ്
യസീദിന്റെ പട്ടാളത്തോട്, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു തആലയുടെ മകനോട്, അദ്ദേഹത്തെ ഇബ്നു സിയാദിന്റെ പട്ടാളത്തോട് പടം പൊരുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാം മതത്തിനെതിരെ നിൽക്കുന്ന കാലമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ മതത്തിന്റെ മേലങ്കിയണിഞ്ഞ കള്ളനാണയങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശ്രമിക്കുകയായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല. ഇന്നും നമുക്കിത് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് സകല സുഖലോലുപതകളും അനുഭവിച്ച് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഇസ്ലാമിക ഖിലാഫത്തിൽ മഹാന്മാരായ ഖലീഫമാരെ കാണിച്ചു തന്നതുപോലെ നീതിയും സത്യവും സമത്വവും സാഹോദര്യവും ക്ഷേമവും കൊണ്ടുവരാൻ നമ്മുടെ ഭരണാധിപന്മാർക്കും നേതാക്കന്മാർക്കും കഴിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആലയെ കർബലയിൽ വളഞ്ഞിട്ട് കൊലപ്പെടുത്തിയ ഇബ്നു സിയാദിന്റെ പട്ടാളത്തിന്റെ നിഷ്ഠൂരമായ ചെയ്തികളാണ് ഇന്ന് ഒരു കൊച്ചു രാഷ്ട്രമായ ഫലസ്തീനിൽ, ആ ഫലസ്തീന്റെ അകത്ത് ഗസയിലെ അവിടെ പതിനായിരങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരങ്ങളെ ലോകത്തെ മുസ്ലിങ്ങളെ മുഴുവൻ നോക്കുകുത്തികളാക്കി നിർത്തിയിട്ട് ദാഹിച്ച് വലഞ്ഞ് പട്ടിണി കിടന്നും ദാഹിച്ചും അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇതേപോലെ തന്നെയാണ്. യസീദിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് അവിടെയും ഉള്ളത്. ഇവിടെയും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജാധിപത്യത്തിലേക്ക്, രാജവാഴ്ചയിലേക്ക് പോയി. ഖിലാഫത്തിന്റെ നന്മകൾ ഇല്ലാതെ പോയി. ജനാധിപത്യപരമായ ഖിലാഫത്തിന്റെ സ്വഭാവത്തിലുള്ള അത്തരത്തിലുള്ള ജനായത്ത സ്വഭാവങ്ങളോ സാമൂഹിക പരിഷ്കാരങ്ങളോ നീതിയോ സമത്വമോ സാഹോദര്യമോ ക്ഷേമമോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ പോയിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിക ഖിലാഫത്തിലൂടെ ഖലീഫമാര് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ഭരണ മാതൃകയുണ്ട്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൈമാറിയെടുത്തതാണ്. അത് പിന്നീട് ജൂത ഗൂഢാലോചന തട്ടിയെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സ്വഭാവം അത് തന്നെയാണ് ആധുനിക ലോകത്തും അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവൻ അതാണ്. സുന്നി എന്നും ഷിയ എന്നും വെട്ടിമുറിച്ചിട്ട് ആഗോളതലത്തിൽ ഇന്ത്യയിലേക്ക് വന്നാൽ സുന്നി എന്നും സലഫി എന്നും ജമാഅത്ത് എന്നും തബ്ലീഗ് എന്നും ഒരുപാട് കഷ്ണങ്ങൾ. കേരളത്തിലേക്ക് വന്നാലും ഒരുപാട് പള്ളികളും മദ്രസകളും വെട്ടിമുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വിവേകമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഉമ്മത്തി ബോധമാണ് വേണ്ടത്. എല്ലാ വിഭാഗീയതകളും വിട്ടെറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ നമ്മളാവാൻ നമുക്ക് കഴിയണം. ഇവിടെ നടക്കുന്ന അക്രമങ്ങളും അന്യായങ്ങളും അനീതികളും ചോദ്യം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി നമുക്ക് മാറാൻ കഴിയണം. അതിന് നമ്മൾ ഒന്നാവുക മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ സഹാബാക്കളെപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിച്ചിട്ടുള്ള ജൂത ബുദ്ധികൾ അവർ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല വദ്ദൂ മാ അനിത്തും. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ നിങ്ങളുടെ ആന്തരിക രഹസ്യങ്ങൾ, ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കരുത്. നിങ്ങൾ അവരുമായി ചങ്ങാത്തത്തിലാകുമ്പോൾ നിങ്ങളുടെ ആന്തരികമായ ദൗർബല്യങ്ങളെ, കുറവുകളെ കണ്ടറിഞ്ഞ് ചൂഷണം ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള ആത്മമിത്രങ്ങളാക്കരുത് നിങ്ങൾ അവരെ. കാരണം നിങ്ങളുടെ ഒരു വീഴ്ചകളും ഒരു ദൗർബല്യവും അതിനെ വിട്ടുകളയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരെല്ലാ അവസരവും മുതലെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് ബലത്തിൽ ആരാണവർ? അവരുടെ വായകളിൽ നിന്ന് മുഴുവൻ വിദ്വേഷവും വെറുപ്പും പുറത്തു വന്നിട്ടുണ്ട്. വിദ്വേഷത്തിന്റെ മുഴുവൻ വാക്കുകളും പ്രസ്താവനകളും നിങ്ങൾക്കെതിരെ പുറത്തു വന്നിട്ടുള്ള സംഘമാണ് നിങ്ങളോട് സൗഹാർദ്ദത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളെയും വീഴ്ചകളെയും മുതലെടുത്ത് നിങ്ങളെ നശിപ്പിക്കാൻ, ചിഹ്ന ഭിന്നമാക്കാൻ അവർ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും. അവരുടെ വായിൽ നിന്ന് പുറത്തു വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, വ്യക്തമാണ്. അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളകത്ത് മറച്ചു വെച്ചിരിക്കുന്ന പക അതിനേക്കാളും വലുതാണ്. അത് വയ്യന്നാലക്കുമുള്ളായ ഈ കുന്തും താഴ്ത്തിലും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ
ഈ ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ പാഠം പഠിക്കും. അല്ലാഹു ഞാൻ അവസാനിപ്പിക്കും. ബുദ്ധിയുള്ള, വിവേകമുള്ള, സൗഹാർദ്ദമുള്ള, ദീർഘവീക്ഷണമുള്ള നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ചെറിയ വിഭാഗീയതകളെയും ഭിന്നിപ്പുകളെയും നമ്മൾ വകഞ്ഞു മാറ്റണം. അതിനെതിരെ നിലപാടെടുക്കണം. സഹോദരങ്ങളെ കെട്ടിപ്പിടിക്കുകയും സൗഹാർദ്ദത്തിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയും വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ചിന്തിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ അപ്പോഴും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിച്ചു. അവിടെയും വസ്വാസ് ഉണ്ടാക്കാൻ വരുന്ന ശക്തികളെ, സംഘങ്ങളെ, പാണ്ഡിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞവരെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്നേക്കുമായി പരാജയപ്പെട്ടു പോകും. പരാജയത്തിന്റെ ഒരുപാട് കൈപ്പുനീർ ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ അനുഭവിച്ചവരാണ് നമ്മൾ. ഇനിയെങ്കിലും പാഠം പഠിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.